ഹായ് വൺസ് അഗെയിൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ കേരളീയരുടെ ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ പൂവറാണ്. നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല, നമ്മൾക്ക് ആർക്കും അത് സ്കൂളിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. സമ്പത്തിനെ കുറിച്ച് പറയുന്നത്, സമ്പാദിക്കാൻ പ്രേരിപ്പിക്കുന്നത്, സേവ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഈസ് എ ടാബു എന്ന് ആരോ പഠിപ്പിച്ചു. സമ്പത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, പറയുന്നത്, സമ്പാദിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു മോശം കാര്യമാണെന്ന് നമ്മൾ ആരോ പഠിപ്പിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ അതെങ്ങനെ പതുക്കെ 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 നമ്മളുടെ ഉള്ളിൽ കയറിപ്പോയി. ഒരു സമ്പന്നനാകുന്നത് ഒരു മോശം കാരണമാണെന്നോ, അല്ലെങ്കിൽ സമ്പാദിക്കുന്നത് ഒരു മോശം പ്രവണതയാണെന്നോ, ബീങ് റിച്ച് ആൻഡ് ഫേമസ് ഈസ് എ ക്രൈം എന്ന് അറിയാതെ ആരോ നമ്മളുടെ മനസ്സിനുള്ളിൽ കയറ്റി. അത് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നു. കരിയർ എഡ്യൂക്കേഷൻ ഈസ് വെരി നാരോ. ഈ സൊസൈറ്റിയിൽ റെസ്പെക്ട് കിട്ടുന്ന ഇതെന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് ഡോക്ടർ, എഞ്ചിനീയർ, ഗവൺമെന്റ് ജോബ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അത് യാഥാർത്ഥ്യമാണ്, അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും. അപ്പോൾ ഈ ഒരു ഫോക്കസ് നമ്മൾ പോകുമ്പോൾ എന്താണ് നഷ്ടപ്പെടുന്നത്? എന്റർപ്രീനിയേഴ്സ്, സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ അതുപോലുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, മറ്റുള്ള പ്രൊഫഷനും സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും, സ്പോർട്സ് പേഴ്സൺ ആണെങ്കിലും, ആർട്സ് പേഴ്സൺ ആണെങ്കിലും, എന്റർപ്രീനിയർ ആണെങ്കിലും, അവർക്കും ഈ സൊസൈറ്റിക്ക് ആവശ്യമുണ്ട്. നമ്മളുടെ എഡ്യൂക്കേഷൻ പൂർണ്ണമായിട്ട് ഇവരെ നെഗ്ലക്ട് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ സ്പോർട്സ് പഠിപ്പിക്കുന്നില്ലേ, ആർട്സ് ഫെസ്റ്റിവൽ നടത്തുന്നില്ലേ ചോദിക്കും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് വളരെ ചെറുതായിട്ടുള്ള കുടുംബങ്ങൾ മാത്രം അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യുന്നവർ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ട് അവർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതിന് പ്രൊഫഷണലായിട്ട് വളർത്തിക്കൊണ്ടുവരാനൊന്നും ആരും പ്രേരിപ്പിക്കുന്നില്ല. ഇവൺ പി ടി സാർ വരെ പി ടി ഉണ്ടെങ്കിൽ അത് വേറെ വേറെ ടീച്ചർക്ക് കൈമാറി പോകുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങളുടെ ചെറുപ്പത്തിലുണ്ടായിരുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് ട്രെയിനിങ്ങേ ഇല്ല. ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളൊരു കാര്യത്തിന് ട്രെയിനിങ്ങേ ഇല്ല. എന്താണ് ക്രിട്ടിക്കൽ? ഇത് അത് രണ്ട് ഓപ്ഷൻ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു ടാലൻ്റാണ്. അത് പഠിപ്പിക്കാൻ കഴിയുന്നതാണ്. അതിന് സ്കില്ലുള്ള ആളുകൾ അവരുടെ അടുത്ത തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കും. അറിയാത്ത ആളുകൾ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഞാനിവിടെ എഴുതി വെച്ചതാണ്, കുറെ നോക്കി വായിക്കുന്നില്ല. ഒരു പ്രധാന ഒരു ഏരിയ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ലാക്ക് ചെയ്യുന്നത് ഇമോഷണൽ മെന്റൽ ഹെൽത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. കുട്ടി മെന്റലി ഹാപ്പിയാണോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അല്ലയോ ആണോ എന്നുള്ളതൊന്നും ഇവിടെ ആർക്കും അറിയേണ്ട കാര്യമില്ല. കുട്ടികൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ. പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരേ ഒരു യാർഡ് സ്റ്റിക്ക് ഇസ് എക്സാമിനേഷൻ. മനസ്സിലാക്കിയോ? അതൊന്നല്ല, സിമ്പിളാണ്. ഒരാൾ എക്സാമിന് സ്കോർ ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരേ ടെക്സ്റ്റ് ബുക്ക് 4-5 തവണ ഇരുത്തി ഒരേ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയും ഒരു കുട്ടിക്ക് അത് പഠിച്ചെടുക്കാം, സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരപ്പെടുന്നതാണോ എന്നുള്ളതാണ് നമ്മളുടെ പല ചോദ്യം. ചിലതൊന്നും ജീവിതത്തിൽ ഉപകാരപ്പെടില്ല, ചിലത് ജീവിതത്തിൽ ഉപകാരപ്പെടുകയും ചെയ്യും. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എന്താണ് എത്തിക്സ്, എന്താണ് വാല്യൂ ഒന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതിനർത്ഥം മോറൽ സ്കൂളില്ലേ, ഇവിടെ ധാർമ്മികമായിട്ടുള്ള പള്ളികളില്ലേ, മദ്രസകളില്ലേ, അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളില്ലേ. വാല്യൂ എന്നുള്ളത് ഒരു മതത്തിന്റെ കടമയല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, ഒരു രാഷ്ട്രത്തിന്റെ കടമയുണ്ട്. അതായത് സിറ്റിസന് ഒരു വാല്യൂ ഉണ്ടാക്കിയെടുക്കുക, എത്തിക്കലി റെസ്പോൺസിബിൾ പേഴ്സൺ ആക്കി മാറ്റുക എന്നുള്ളത് ഒരു രാഷ്ട്രത്തിന്റെ കടമയാണ്. അതൊരു മതത്തിന്റെ കടമയായിട്ട് നമ്മൾ എങ്ങനെയോ മനസ്സിലാക്കി പോയതാണ്. ഞാനിവിടെ രാഷ്ട്രീയം പറയാനല്ല ഇരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ രാഷ്ട്രീയം ഉണ്ടാവും, പക്ഷെ ഞങ്ങളുടെ രാഷ്ട്രീയക്കാരല്ല, ഞങ്ങൾ സാധാരണ ബിസിനസ്സുകാരാണ്. വി ആർ റിയൽ ലൈഫ് ബിസിനസ് പീപ്പിൾ. വി നോട്ട് ടു ബിഗ് ബിസിനസ് പീപ്പിൾ. വി ആർ ഓൾമോസ്റ്റ് ലൈക്ക് റിട്ടയർഡ്. അപ്പം വാല്യൂ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. ഒരിക്കൽ ഒരു UK കാരനായിട്ടുള്ള ഒരു കസ്റ്റമർ ഞാൻ
എനിക്ക് മീറ്റ് ചെയ്യണ്ടായി. അപ്പം ഞാൻ വെറുതെ ഒരു ബൈ ചാൻസ് ചോദിച്ചത്, സോ വെൻ ഐ സേ ഇന്ത്യ, what is the first thing coming in your mind? What is the first thing coming in your mind when I say India? I was expecting you may say Kerala or Taj Mahal or something like that. He simply said, the land of fake call center. അതെ, വളരെ വേദനാജനകമാണ്. ഇന്ത്യ ഈസ് ദ ലാൻഡ് ഓഫ് ഫേക്ക് കോൾ സെന്റർ. ടൂ മെനി സ്കാമേഴ്സ്. നമ്മളിവിടെ ഇരുന്നിട്ട്, അത് അവരുടെ ഒരു ഹെവനാണ്. ഇവിടെ ഇരുന്നിട്ട് ഡൽഹിയിലും ബോംബെയിലും വലിയ ബിൽഡിങ്ങിൽ കോൾ സെന്റേഴ്സ് എടുത്ത്, അതേപോലെ അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലെയും കാനഡയിലെയും ആളുകളെ വിളിച്ച് പറ്റിച്ച്, ഇതൊക്കെ ഇങ്ങനെ ഒരു ഹാക്കിംഗ് പഠിക്കുന്നത് കൊണ്ട് ഒരു മോശമാണ് ഞാൻ പറയില്ല. കാരണം സിസ്റ്റത്തിന് ന്യൂനതകളുണ്ടെന്ന് മനസ്സിലാക്കുന്നത് മാത്രം സിസ്റ്റം ഇമ്പ്രൂവ് ആവുള്ളൂ. ഓൾവേസ് ഇന്റർനെറ്റ് ഇത്രയും സിസ്റ്റം ഇമ്പ്രൂവ് ആയത് ഇതേപോലെ ഹാക്കേഴ്സിന് മാറ്റി നമ്മൾ പരീക്ഷിച്ച് ഇതായതാണ്. പക്ഷെ അതൊരു മോശം കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഒരു മോശപ്പെട്ട കാര്യമാണ്. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ഫേക്ക് കോൾ സെന്റർ. ഇത് ഞാൻ പറഞ്ഞല്ല, ആ കസ്റ്റമർ എടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ അങ്ങനത്തെ ഒരുപാട് വീഡിയോ കാണാം അങ്ങനെയുള്ളവരെ എക്സ്പോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഹാക്കിങ്ങിന്റെ കാര്യം നമ്മളിപ്പോൾ പറയുന്നില്ല, അതിന് ഉപയോഗിക്കുന്ന വീഡിയോകളോ കാര്യങ്ങളോ ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിനുള്ള മാധ്യമങ്ങളുണ്ട്, നമ്മളുടെ സ്കൂൾ അതിനുള്ള മാധ്യമങ്ങളല്ല. എന്തുകൊണ്ട് ഇന്ത്യ ഒരു സ്കാമേഴ്സിന്റെ കൺട്രിയാണ്? എന്തുകൊണ്ട് നമ്മളുടെ അവിടുത്തെ ഒരുപാട് സ്കാമേഴ്സ് ഇറങ്ങിയിരിക്കുന്നത്? അത് തരാം, ഇത് തരാം, ഫിനാൻഷ്യൽ ഫ്രോഡ്, ഡിജിറ്റൽ അറസ്റ്റ്, മറ്റേ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ്, അങ്ങനത്തെ ഉള്ളത്. നമ്മൾക്ക് എന്താന്ന് പറഞ്ഞാൽ എത്തിക്കൽ ബിസിനസ് പഠിപ്പിക്കാനുള്ള ഒരു വഴി നമ്മൾക്കില്ല. ചൈനീസുകാരുടെ അടുത്ത് വളരെ അപൂർവമായിട്ട് സ്കാമേഴ്സ് സംഭവിക്കാറുണ്ട്. അവർ ഞാൻ പറയുന്നല്ലോ, യാഥാർത്ഥ്യമാണ്. അവർക്കൊരു എത്തിക്കൽ ബിസിനസ് ഉണ്ട്. ദേ മേ ബി ഗോഡ് ബിലീവേഴ്സ് ഓർ നോട്ട് ബിലീവേഴ്സ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ചൈനക്കാരുടെ ഇടയിൽ ഇതുവരെ ഞാൻ അങ്ങനെ സ്കാമേഴ്സ് നമ്മൾ ദുബായിലിരിക്കുമ്പോൾ അധികം കേട്ടിട്ടില്ല. മേടിച്ചിട്ട് പൈസ മേടിച്ചിട്ട് സാധനം അയച്ചു തരാത്തത്. അത് വേറൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഞങ്ങൾ വേറെ പഠിപ്പിക്കും. എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെല്ലാം ചെക്ക് ചെയ്യണം, എങ്ങനെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്ലയർ കണ്ടെത്താം, എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം, ഈ സപ്ലയർ ക്രെഡിബിൾ ആണോ, പ്രൊഡക്റ്റ് ക്രെഡിബിൾ ആണോ, അതൊക്കെ എല്ലാം ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഞങ്ങൾ വേറെ പഠിപ്പിക്കും. ഇത് അതിൻ്റെ മാർഗമല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് മാത്രമാണ് പറയുന്നത്. എത്തിക്കൽ ഒരു ബിസിനസ് പേഴ്സണെ ഉണ്ടാക്കിയെടുക്കുന്നില്ല. നമ്മളുടെ ആളുകൾ എന്ന് പറഞ്ഞെങ്കിൽ റിയൽ വേൾഡ് എക്സ്പീരിയൻസിൽ സീറോ. റിയൽ വേൾഡ് എക്സ്പീരിയൻസിൽ ഈ എഡ്യൂക്കേഷൻ കൊണ്ടുപോയിട്ട് കാര്യമില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ പറഞ്ഞു. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ദെൻ MBA ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റിൽ ഡിപ്ലോമ കഴിഞ്ഞു. ഡിപ്ലോമ കഴിഞ്ഞ് എനിക്കും ആ സമയത്ത് എല്ലാവരും പോലെ പെട്ടെന്ന് ജോലി കിട്ടണം, അത്രേ ഉള്ളൂ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ആഗ്രഹം പെട്ടെന്ന് ജോലി കിട്ടണം. പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഓൺലി വൺ തിങ്, ഗെറ്റിംഗ് എ ജോബ്, നത്തിങ് എൽസ്. What is the purpose of education? Education is to get a job, not a job giver. ഞാൻ ഡിപ്ലോമ കഴിഞ്ഞു, ഒരു ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി ഹോൾഡറാണ്, ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിയുന്നു, ഞാൻ ഐ ആം ഗോയിങ് ടു ബിക്കം എ മാനേജർ ഡയറക്ട്ലി. ഐ വാസ് അണ്ടർ ദ സെയിം ഇംപ്രഷൻ. ഞാനിതെല്ലാം പഠിച്ചിട്ട് ഞാൻ ഒരു ഹോട്ടലിൽ പോകുന്നു. ഫസ്റ്റ് ഒരു ട്രെയിനിങ് ആയിട്ട് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ട്രെയിനിങ് ആയിട്ട് ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ അധികം മാനേജേഴ്സിനെ ഒബ്സർവ് ചെയ്തത്, ദേ ഡോണ്ട് ഹാവ് എനി ഹോട്ടൽ മാനേജ്മെന്റ് ബാക്ക്ഗ്രൗണ്ട്. അവർ ഇതേപോലെ തന്നെ നമ്മളെ പോലെ ഒരു ചെറിയ പ്രൊഫഷനിൽ തുടങ്ങി അവർ മാനേജർമാരായി മാറിയതാണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ആൻഡ് മീ? ഇറ്റ്സ് ദ സെയിം തിങ്. ഇറ്റ് ഈസ് ദ സെയിം തിങ്. അപ്പൊ പഠനം എന്നുള്ളത് ഒരു ജോലിക്കുള്ള ഒരു വാതിൽ തുറന്നു തരുമോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. പഠനം ഒരു പക്ഷേ ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് തന്നേക്കാം നമ്മൾക്ക് ഇന്റർവ്യൂ സ്കിൽ ഉണ്ടെങ്കിൽ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ
ഒരാളും ഇൻ്റർവ്യൂവിന് സർട്ടിഫിക്കറ്റ് പോലും ചോദിക്കുന്നില്ല, അയാൾക്ക് സ്കില്ലുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോൾ ഹയർ ചെയ്തപ്പോൾ ഞാനും ആരുടെയും ഇതേപോലെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടൊന്നുമല്ല ഞാൻ ഹയർ ചെയ്തത്. എൻ്റെ ജോലി കൊടുത്താൽ ചെയ്യാൻ പ്രാപ്തിയുണ്ടോ ഇല്ലയോ. ഞാൻ ഹയർ ചെയ്യുമ്പോൾ നോക്കുന്നത് ഞാൻ പറയുന്ന അയാൾക്ക് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, എൻ്റെ കസ്റ്റമർ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ നോക്കുന്നുള്ളൂ. വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച്. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരൊറ്റ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ല. ചില കുട്ടികൾക്ക് ചെറുപ്പത്തിലെ കാറിനോടായിരിക്കും താല്പര്യം. അപ്പോൾ അവർക്ക് ഓട്ടോമൊബൈൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനോ കാര്യങ്ങൾക്കൊന്നും ഒതില്ല. എല്ലാം വൺ സൈസ് ഫിറ്റ്സ് ഫോർ ആൾ. പക്ഷെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് 7ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ സ്പെഷ്യലൈസേഷൻ തുടങ്ങേണ്ട കാലഘട്ടമായി. ഇന്നത്തെ കുട്ടികൾ 13 വയസ്സ് വരെ നമ്മളുടേതായിട്ടുള്ള അതേ ഐക്യൂലോ മെൻ്റൽ സെറ്റപ്പിലോ എല്ലാം ഉള്ളത്. അവർ കൂടുതൽ ബ്രൈറ്റ് ആണ്, കൂടുതൽ നോളജ് ആണ്, പക്ഷെ ലെസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ദിസ് ഈസ് വാട്ട് ഐ തിങ്ക് എഡ്യൂക്കേഷൻ ഈസ് ഇൻകംപ്ലീറ്റ്. ബട്ട് ഇത് മാത്രമല്ല, ഈ ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോകും. അത് ഞാനത് പറയാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു രാഷ്ട്രീയ മുഖം ഇതിൽ കിട്ടരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇതിന് ഒരു രാഷ്ട്രീയ ഗെയിൻ ഉണ്ടായത്, അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കിയത് ആരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ചെക്ക് ചെയ്യാനും നിൽക്കണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ആരുടെ ഏത് ഗവൺമെൻറ്റാണ് പോകുന്നത് അവരുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ നമ്മൾ ജീവിക്കുന്നു, അവരും ഈ സിസ്റ്റത്തിൻ്റെ വിക്റ്റിമാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിന് നയിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ വിക്റ്റിമാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോകുന്നു. സിസ്റ്റത്തിനെതിരെ ആരും ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. നമ്മൾക്ക് ആകെ കഴിയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാന്തരമായിട്ട് വി വിൽ റൺ അവർ ഓൺ ബിസിനസ് സ്കൂൾ. നമ്മൾ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്? ഒരു കടയിലെ സെയിൽസ് പഠിപ്പിക്കും. അതിനു മുമ്പ് സക്സസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം പഠിപ്പിക്കും, ഫെയിലിയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം പഠിക്കും, ബിസിനസ്സിന് മുമ്പ് വേണ്ട ബിസിനസ് സൈക്കോളജി നമ്മൾ എന്തെല്ലാം വേണമെന്ന് പഠിപ്പിക്കും, ഒരു അക്കൗണ്ടൻസി അതായത് ബേസിക് അക്കൗണ്ടൻസി സ്കിൽ പഠിപ്പിക്കും, ലീഗൽ കംപ്ലയൻസസ് അങ്ങനത്തുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും, ടാക്സേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് പഠിപ്പിക്കും, മറ്റേ CRM എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കും. നിങ്ങൾക്ക് പ്രാവർത്തികമായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നാണ് ഞങ്ങളുടെ ആകെ കൺസേൺ. ഇതൊരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ല. നമ്മൾക്ക് ഇങ്ങനെ സിസ്റ്റത്തിനോടൊപ്പം തന്നെ വരികയാണ്. ഞങ്ങളൊരു 2 വർഷത്തെ MBA പ്രോഗ്രാമാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, ഡിപ്ലോമ ഇൻ ടാക്സേഷൻ എന്നുള്ള പ്രോഗ്രാമുകളും സ്കിൽഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ കാണാം. കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ന്യൂനതകൾ ഇനി നമുക്ക് പറയാനുണ്ട്. വളരെ ഒരു ന്യൂനതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആർക്കും പഠിപ്പിക്കുന്നില്ല. എങ്ങനെ ഒരു ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ ഒരു പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ പോലുള്ള ബേസിക് ആയിട്ടുള്ള നോളജാണ്. ഇപ്പം ഞങ്ങളുടെ സ്കൂളുകളിൽ പെൺകുട്ടികളുടെ മൂഡ് സ്വിങ്സ്, പീരീഡ്സ് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സ്കൂളുകളിൽ ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇതൊക്കെ ബേസിക്കായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ പറയുന്നത് ഷെയിമാണ് എന്ന് എങ്ങനെയോ കരുതിപ്പോയി. അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയും. നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ്ലി ഒരു ബിസിനസ് സ്കൂൾ തുടങ്ങാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു ബിസിനസ് സ്കൂൾ വരുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഫോക്കസ് ബിസിനസ് സ്കൂൾ മാത്രമാണ്. എങ്ങനെ ധനം സമ്പാദിക്കാം, അത് ന്യായമായ രീതിയിൽ സമ്പാദിക്കാം എന്ന് മാത്രം പഠിപ്പിക്കൽ മാത്രമാണ് ഞങ്ങളുടെ പണി. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ ബൈ.